1980കളുടെ മധ്യത്തിൽ കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ പേരാണ് റിപ്പർ ചന്ദ്രൻ. ലണ്ടനിലെ കുപ്രസിദ്ധ കൊലയാളി ജാക്ക് ദ റിപ്പറിന്റെ അതേ ക്രൂരതയോടെ അയാൾ ഇരകളുടെ തലക്ക് ചുറ്റിക കൊണ്ടടിച്ചാണ് കൊലപാതകങ്ങൾ നടത്തിയത്. ഹൈവേകൾക്കും റെയിൽവേ ലൈനുകൾക്കും സമീപമുള്ള ഒറ്റപ്പെട്ട വീടുകളായിരുന്നു അയാളുടെ വേട്ടയാടൽ കേന്ദ്രങ്ങൾ. മോഷണത്തിനായി വീടുകളിൽ കയറുകയും ചെറുത്തുനിൽക്കുന്നവരെ നിർദ്ദയം കൊലപ്പെടുത്തുകയും ചെയ്തു. ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയ ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്യാനും അയാൾ മടിച്ചില്ല. കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് സ്വദേശിയായ രമണിയാണ് ചന്ദ്രന്റെ ആദ്യത്തെ ഇര. ആ കൊലപാതകത്തോടെയാണ് മോഷണങ്ങളിൽ നിന്ന് അയാൾ മനുഷ്യജീവൻ എടുക്കുന്നതിലേക്ക് മാറിയത്. പിന്നീട് മഞ്ചേശ്വരത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൈക്കോട്ടുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ഞെട്ടിച്ചു. 1985 മുതൽ 1986 വരെയുള്ള കാലയളവിൽ 14 പേരെയാണ് ഈ കൊടുംക്രൂരൻ കൊലപ്പെടുത്തിയത്. ഒടുവിൽ 1986 ഫെബ്രുവരി 26-ന് കർണാടകയിലെ ചിക്മംഗളൂരിൽ വെച്ച് പോലീസ് അയാളെ പിടികൂടി. 1987-ൽ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ചന്ദ്രനെ 1991 ജൂലൈ 6-ന് തൂക്കിലേറ്റി. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പാക്കിയ കേസായിരുന്നു അത്. ചന്ദ്രന് ശേഷം കേരളം കണ്ട മറ്റൊരു കൊടുങ്കുറ്റവാളിയാണ് ജയനന്ദൻ. അയാളുടെ ക്രൂരതയുടെ പാത ആരംഭിക്കുന്നത് 2003 സെപ്റ്റംബറിൽ മാളയിലെ ജോസിനെ കൊലപ്പെടുത്തിക്കൊണ്ടാണ്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ജോസിനെ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് അടിച്ചു കൊന്ന ശേഷം 17,000 രൂപയും ഒരു വീഡിയോ കാസറ്റ് പ്ലെയറും മോഷ്ടിച്ചു. ആ ആദ്യ കൊലപാതകം അയാൾക്ക് കൂടുതൽ ധൈര്യം നൽകി. പിന്നീട് 2004 മാർച്ചിൽ അതേ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ മറ്റൊരു ക്രൂരകൃത്യം അരങ്ങേറി. ശബ്ദം കേട്ട് പുറത്തുവന്ന നബീസയെ കൊലപ്പെടുത്തിയ ശേഷം വീടിനകത്ത് കയറി ഫൗസിയെ കൊലപ്പെടുത്തുകയും നൂർജഹാനെയും മറ്റു കുട്ടികളെയും ആക്രമിക്കുകയും ചെയ്തു. 2004 ഒക്ടോബറിൽ തൃശൂരിലെ പെരിഞ്ഞനത്ത് കളപ്പുരക്കൽ സഹദേവനെയും ഭാര്യ നിർമ്മലയെയും സ്വർണത്തിനുവേണ്ടി കൊലപ്പെടുത്തി. കൊലപാതകങ്ങളിൽ യാതൊരു ദയയുമില്ലാതെ അയാൾ തന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു. തൃശൂരിലെ കൊടുങ്ങല്ലൂരിൽ അരവിന്ദാക്ഷ പണിക്കരെയും ഭാര്യ ഓമനയെയും ആക്രമിച്ചതും പറവൂരിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലെ സുരക്ഷാ ജീവനക്കാരൻ സുഭാഷകനെ ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ചുകൊന്നതും ജയനന്ദന്റെ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ചേർന്നു. ഓരോ കൊലപാതകവും ഓരോ മോഷണത്തിന്റെ പരിണിതഫലമായി അയാൾക്ക് സംഭവിച്ചതല്ല, മറിച്ച് മോഷണത്തിന് തടസ്സമുണ്ടാകുമോ എന്ന ഭയത്തിൽ നിന്നും ജനിച്ച ക്രൂരതയായിരുന്നു.